ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. കേരള ഹൈക്കോടതി റിക്രൂട്ട്മെൻറ്റ് 2025 സിവിൽ ജഡ്ജി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷകർ സമർപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം കേരള ഹൈക്കോടതി പുറത്തിറക്കി. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഈ 17 സിവിൽ ജഡ്ജി തസ്തികകൾ കേരളത്തിലാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3/2/2025 മുതൽ 25/2/2025 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കേരള ഹൈക്കോടതി റിക്രൂട്ട്മെൻറ്റ് 2025 ഹൈലൈറ്റുകളാണ് പറയുന്നത്. സ്ഥാപനം കേരള ഹൈക്കോടതി. തസ്തികയുടെ പേര് സിവിൽ ജഡ്ജി. ജോലി തരം കേരള സർക്കാർ. റിക്രൂട്ട്മെൻറ്റ് തരം നേരിട്ടുള്ളത്. ഒഴിവുകൾ 17. ജോലിസ്ഥലം കേരളം. ശമ്പളം 77,840 രൂപ മുതൽ 1,36,520 രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി. നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 3/2/2025 മുതൽ അവസാന തീയതി 25/2/2025 വരെയാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. 2025 ജനുവരി 1-ാം തീയതി 35 വയസ്സ് തികയരുത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരോ അത്തരം ജാതികളിൽപ്പെട്ടവരോ ആയ മുതിർന്ന അംഗങ്ങളോ മറ്റു മതങ്ങളിലേക്കോ പട്ടികവർഗങ്ങളിലേക്കോ പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അവരുടെ കുട്ടികളോ ഉയർന്ന പ്രായപരിധി 5 വർഷവും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരോ ആയ സ്ഥാനാർത്ഥികൾക്ക് 3 വർഷവും വർദ്ധിപ്പിക്കും. 1958 കേരള സംസ്ഥാന സബോർഡിനേറ്റ് സർവീസസ് നിയമനങ്ങളുടെ 2-ാം ഭാഗത്തിലെ ചട്ടം പ്രകാരം ഇത് ബാധകമാണ്. 2016 വികലാംഗ അവകാശ നിയമനത്തിലെ 2016 കേന്ദ്ര നിയമം 49 സെക്ഷൻ 2 നിർവചനത്തിൽ വരുന്ന ബെഞ്ച് മാർക്ക് വികലാംഗർക്ക് നിലവിലുള്ള ഉയർന്ന പ്രായപരിധിയേക്കാൾ 10 വർഷത്തെ പ്രായ ഇളവ് അനുവദിക്കും. 1958 KS&SSR ഭാഗം 11 റൂൾ 10 ഉപനിയമം വ്യവസ്ഥ മുൻ സൈനികരുടെ കാര്യത്തിൽ ഉയർന്ന പ്രായപരിധി ഉയർത്തുന്നതിന് അത്തരം സ്ഥാനാർത്ഥികൾക്ക് ബാധകമായിരിക്കും. പരമാവധി പ്രായപരിധി 50 വയസ്സ് കവിയരുത് എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയാണ്. നേരിട്ടുള്ള നിയമനം വഴി സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ ആയി നിയമിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി താഴെ പറയുന്ന പൊതുവ്യവസ്ഥകൾ പാലിക്കണം. അതായത് ഇന്ത്യൻ പൗരനായിരിക്കണം. അഭിഭാഷകനായി ചേരുന്നതിന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച നിയമബിരുദം നേടിയിരിക്കണം. നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. ആരോഗ്യമുള്ളവരും നിയമനത്തിന് അയോഗ്യരായിരിക്കുന്ന ശാരീരിക വൈകല്യങ്ങളില്ലാത്തവരുമായിരിക്കണം. തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയും മറ്റു മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. മറ്റു വിധത്തിൽ നൽകിയിട്ടില്ലെങ്കിൽ തസ്തികയിലേക്ക് നിർദ്ദേശിക്കുന്ന യോഗ്യതാ അപേക്ഷ സമർപ്പിക്കൽ പ്രക്രിയ അവസാനിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള അവസാന തീയതിയിലോ അതിനു മുമ്പോ ഉദ്യോഗാർത്ഥി നേടിയതായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്ന രീതി. തിരഞ്ഞെടുപ്പ് പ്രക്രിയ. തുടർച്ചയായ 2 ഘട്ടങ്ങളിലായി മത്സര പരീക്ഷകൾ നടത്തിയ ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ആദ്യഘട്ടം കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയാണ്. 2-ാം ഘട്ടം എഴുത്തു പരീക്ഷയും വൈവവോസും അടങ്ങുന്ന കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയാണ്. ഈ വിജ്ഞാപനത്തിലെ 9 മുതൽ 12 വരെയുള്ള ഖണ്ഡികകളിൽ നൽകിയിരിക്കുന്ന സ്കീമിൻ്റെയും സിലബസിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രാഥമിക പരീക്ഷയും മെയിൻ പരീക്ഷയും നടത്തുന്നത്. NCA ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നമ്പർ 1/2025, 2/2025 ആൻഡ് 3/2025 എന്നിവയ്ക്ക് മറുപടിയായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രാഥമിക പരീക്ഷയും മെയിൻ പരീക്ഷയും ഒരുപോലെ തന്നെയായിരിക്കും. റെഗുലർ ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നമ്പർ 4/2025 ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബെഞ്ച് മാർക്ക് വൈകല്യമുള്ള SC ST തൊഴിൽ രഹിതർ അപേക്ഷാ ഫീസ് ആവശ്യമില്ല. മറ്റുള്ളവ 1250 ആണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്.
നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സിവിൽ ജഡ്ജിനായി യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. 2025 ഫെബ്രുവരി 3 മുതൽ 2025 ഫെബ്രുവരി 25 വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.